നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് വിക്ടിംസ് ആയിരുന്നവരെ ഇപ്പോൾ നാർസിസ്റ്റിക് സർവൈവേഴ്സ് ആയിട്ട് തുടരുന്ന നിങ്ങളിൽ കാണാൻ സാധ്യതയുള്ള 5 വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. ഈ വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങളെ സേഫാക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന സ്വഭാവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്ന, നിങ്ങൾക്ക് ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ന് ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം. അപ്പൊ അത്തരത്തിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇത്തരത്തിൽ സ്ട്രേഞ്ച് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, വിചിത്രമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഇതുപോലെയുള്ള സ്വഭാവങ്ങളുണ്ടോ? ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ കൂടുതൽ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അൺനെസസറി ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന രീതിയിൽ, വിശദീകരണങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉത്തരം പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 തവണയെങ്കിലും നിങ്ങൾ കതവ് ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നെയും ചെക്ക് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും നടത്തുന്ന കോൺവെർസേഷൻസ് നിങ്ങൾ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഫോണിലെ എല്ലാ കോൺവെർസേഷൻസും നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയേക്കാം, ഇത് എനിക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി വരികയാണോ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം സീരിയസ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളിലും. ചിലപ്പോൾ ആ തോന്നലുകൾ മറ്റുള്ളവർ നിങ്ങളിൽ വരുത്താൻ സാധ്യത ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളോട് പറയുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിലേ പറയുകയാണ്, ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആണ്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയോ പരിഭ്രാന്തിയോ ഒന്നും ഇല്ല. ഇതൊക്കെ സർവൈവൽ അഡാപ്റ്റേഷൻ ആയിട്ട് ഇത്രയും കാലം നമ്മൾ നാർസിസ്റ്റിക് വിക്ടിമായിട്ട് നിന്നതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടായി വന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിൻ പാകപ്പെട്ട് വന്ന രീതിയുമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ട് നമ്മളെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സർവൈവൽ അഡാപ്റ്റേഷൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ 5 ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള സ്വഭാവങ്ങളാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഇതിന്റെ ന്യൂറോ സയൻസ് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ, മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമമാണ്. അതിനൊപ്പം തന്നെ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു എവിഡൻസ് കളക്ഷൻ ബിഹേവിയർ നിങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്തും സ്ക്രീൻഷോട്ടായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും, ആരോട് സംസാരിക്കുന്നതായാലും, ആരൊക്കെ വിളിച്ചാലും, സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും സംസാരിച്ചാലും ഒക്കെ നിങ്ങൾ അത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയും സ്ക്രീൻഷോട്ട് എടുക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ, മെസ്സേജ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് എഴുതി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് നാർസിസ്റ്റിക് വിക്ടിംസ് ആയിട്ട് ഇരുന്നവരിൽ. കാരണം നിങ്ങൾ ആ സാഹചര്യത്തിൽ വളരെയധികം ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു പ്രവണത എല്ലാ കാര്യങ്ങളും. കാരണം ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ റിയാലിറ്റി തെറ്റായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ ലൈഫിലെ ആ നാർസിസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വന്തം ബോധ മനസ്സ്, അതിന് മനസ്സിലാകുന്ന ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം തെറ്റായിരുന്നു എന്ന് മറ്റേയാൾ സമർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തെളിവുകൾ വേണം. നമ്മുടെ തലച്ചോറിനും തെളിവുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കളക്ട് ചെയ്യാനുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആരംഭിക്കും. നമ്മുടെ ഒരു ഇന്റേണൽ മെമ്മറി സിസ്റ്റം ഹാക്കായ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. സ്വാഭാവികമാണ് നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് ഈ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് ഡോക്യുമെന്റ് ചെയ്ത് അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. രണ്ടാമത്തെ സ്വഭാവം ജെയ്ഡിങ് എന്ന് പറയും. ജസ്റ്റിഫൈയിങ്, ആർഗ്യൂയിങ്, ഡിഫെൻഡിങ് ആൻഡ് എക്സ്പ്ലെയിനിങ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ നിങ്ങളുടെ നിലവിലെ ജീവിതത്തിൽ? ഞാൻ ഈ ജെയ്ഡിനെ പറ്റിയിട്ട് മുമ്പ് എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഡു നോട്ട് ജസ്റ്റിഫൈ, ഡു നോട്ട് ആർഗ്യൂ, ഡു നോട്ട് ഡിഫെൻഡ് ആൻഡ് ഡു നോട്ട് എക്സ്പ്ലെയിൻ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നമ്മൾ പുതിയ ആൾക്കാരോട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് തന്നെ, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനോട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ തന്നെ അതെല്ലാം ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ടോ? എന്തിനാണ് ഞാനത് വരുത്തിയതെന്ന് നിങ്ങൾ ഒരു വലിയ പാരഗ്രാഫ് ഒക്കെ എഴുതി, അല്ലെങ്കിൽ വലിയൊരു പാരഗ്രാഫ് പോലെ സംസാരിച്ച് നിങ്ങൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റേ ആളിനെ ഫുള്ളി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? ഇതെന്തുകൊണ്ടാണ് നോർമൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ എക്സാക്ട് സയൻസ് എന്നുള്ളത് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. ഇവിടെ ഒരു ട്രോമ റെസ്പോൺസ് ആണ്
നമ്മൾ സംഭവിക്കുന്നത്. ഇതിനെ ഫോൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഒരു നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ വിക്ടിം എന്ന രീതിയിൽ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് അപകടകരമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലും ഈ നാർസിസ്റ്റിന്റെ അങ്ങേയറ്റം റേജ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ, അയാളുടെ ശോഭം അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കാരണമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സത്യം അത് ബോധ്യപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾ ഉണ്ടായി വരികയും നിരന്തരം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തവരാണ്. അപ്പൊ നിങ്ങൾ ആ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചിരുന്നത്, ഞാൻ ഇത്തരത്തിൽ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്തരത്തിൽ അവരുടെ അബ്യൂസ് നേരിടേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന അതേ മനസ്സിലാക്കലിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കാലം അനുഭവിച്ചാണല്ലോ, അതിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും പുറത്തു വരാനായിട്ട് ബ്രെയിനിന് സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം ഹൈപ്പർ ഇൻഡിപെൻഡൻസ് ആണ്. എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്റെ കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്തോളാം. നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണോ? എനിക്ക് തോന്നുന്നു നാർസിസ്റ്റിക് വിക്ടിംസ് എല്ലാം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പിന്നീട് ഹെൽപ്പ് ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ആളായിരിക്കാം, നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം, നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, പുതിയ ഫ്രണ്ട് ആയിരിക്കാം. അവരെ നമ്മളെ ജെന്യുവനായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനിൽ വന്ന് നമ്മൾ എന്തെങ്കിലും സഹായിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേണ്ട നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിട്ട് ഇനി ഇവരെ എന്റെ ഏതെങ്കിലും തരത്തിൽ എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ആ ചിന്ത തന്നെ ഇല്ലാതെ തന്നെ നമ്മളത് റിജക്ട് ചെയ്യാറ്. നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഇവർ നല്ല ഉദ്ദേശത്തോടുകൂടി സഹായിക്കാൻ വരുന്നതെന്ന് അറിയാമെങ്കിൽ തന്നെ നമ്മളത് റിജക്ട് ചെയ്തിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള രീതിയിൽ, എല്ലാം നമ്മൾ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിലേക്ക് നമ്മളാവുന്നുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വിയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, വിചിത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇത്തരത്തിൽ നമ്മളെപ്പോഴും സോഷ്യലായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാട്ടിൽ, നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ചുറ്റുപാടിൽ നമുക്ക് അങ്ങനെ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരടുത്ത് വീണ്ടും ഇടപഴകുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു അബ്യൂസ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി മുന്നോട്ട് വന്ന് എങ്ങനെയെങ്കിലും നമ്മൾ കരിപ്പിടിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരാളിന് ജെനുവിനായിട്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സഹായം നമ്മളിലേക്ക് നീട്ടുമ്പോൾ അത് നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉള്ളിൽ ഫീൽ ചെയ്യും, അയ്യോ ഞാൻ എന്തിനാണ് അത് ചെയ്തത്, ഞാൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് എന്ത് തോന്നും, അവരെന്ത് വിചാരിക്കും, ഞാൻ അവരെ അങ്ങനെ കാണുമെന്നാണ് അവർ വിചാരിക്കുമോ? ഇതെന്തുകൊണ്ടാണ് വളരെ സ്വാഭാവികമാണ്, നോർമലാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ റിസീവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ട്രാൻസാക്ഷണൽ ലവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന കണ്ടീഷണൽ ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ മാത്ത് ആയിട്ട്, അതിന്റെ ഒരു പരിണത ഫലമായിട്ട് നിങ്ങൾ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഒന്നും നിങ്ങൾക്ക് ഫ്രീ അല്ല. സഹാനുഭൂതിയുടെ ഒരു നേരിയ കണിക പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിനൊരു വിലയുമുണ്ട്, അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഹെൽപ്പ് ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ച് ബാധ്യത തീർക്കേണ്ടതാണെന്നും അതൊരു അപകടമാണെന്നുമുള്ള രീതിയിലായിരിക്കും. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇത് തരത്തിൽ ഒന്നും ആരുടെയും സഹായം വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം, സ്വതന്ത്രമായിട്ടിരിക്കാം. ആർക്കും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആരും നാളെ നമ്മുടെ കാര്യത്തിൽ അധികാരം എടുക്കാനും അവകാശം പറയാനും വരില്ല. ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് അബ്യൂസ് തരുമെന്ന് നിങ്ങൾ ഇത്രയും നാളത്തെ അനുഭവം നിങ്ങളുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നാലാമത്തേത്, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഒരു OCD ലൈക്ക് ടെൻഡൻസീസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കൃത്യമായിട്ട് എനിക്ക് എന്താണ് എന്റെ പ്ലാൻ എന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ പോലും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലീൻഡ് ആയിട്ടിരിക്കണമെന്നും വളരെ വൃത്തിയായിട്ടിരിക്കണമെന്നും തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മൂഡ് എന്താണ്, അവിടുത്തെ മൂഡ് എന്താണെന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളായിട്ടുണ്ടോ? ഇതെന്തുകൊണ്ടാണ് വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്? കാരണം ഇത് നിങ്ങൾ ഭയങ്കര കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എല്ലാം അടുക്ക് ചിട്ടയുമായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ മാറിപ്പോയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തോന്നൽ നമ്മൾ ഉണ്ടാക്കിയേക്കാം. എന്തുകൊണ്ടാണ് ഇത് നാർസിസ്റ്റിക് വിക്ടിംസിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാകുന്നത്? കാരണം ഇത് ഹൈപ്പർ വിജിലൻസ് ആണ്. നിങ്ങൾ ഒരു നാർസിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യുദ്ധക്കളത്തിൽ ജീവിക്കുന്ന പോലെയാണ്, എപ്പോഴും ഒരു യുദ്ധഭൂമിയിൽ ജീവിക്കുന്ന പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാവാം, എപ്പോൾ വേണമെങ്കിലും ത്രെറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വിജിലന്റ് ആയിട്ടിരിക്കും, അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. നിങ്ങളിവിടെ ആരെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്.
ഞാനെല്ലാം ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ, എല്ലാം അടുക്കും ചിട്ടയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഗസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്നോട് ദേഷ്യപ്പെടില്ലായിരിക്കാം. ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാൽ, എല്ലാം കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് നടക്കുമായിരിക്കാം. നമ്മളിപ്പോൾ ഒരു സർവൈവർ ആയിട്ട് നമ്മുടെ ഹീലിംഗ് ജേണിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും നമ്മുടെ നെർവസ് സിസ്റ്റം ഇപ്പോഴും ആ ഹൈ അലർട്ട് സിറ്റുവേഷനിൽ തന്നെയാണ്. അടുത്ത പൊട്ടിത്തെറി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അടുത്ത അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അഞ്ചാമത്തെ കാര്യം, കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. എപ്പോഴും എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറുപടികൾ ഇങ്ങനെ നമ്മൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഷവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അടുത്തത് എന്ത് കോൺവെർസേഷനാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്തൊക്കെ പറയണം, അവരെന്തൊക്കെ പറയും എന്ന് നിരന്തരം നമ്മൾ ഇങ്ങനെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അതിങ്ങനെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇത് കാരണം നമ്മുടെ മെന്റൽ എനർജി ഒരുപാട് പോകുന്നുണ്ടായിരിക്കാം. ഒന്നുകിൽ നമ്മൾ പാസ്റ്റിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫ്യൂച്ചറിലാണ്, നമ്മൾ പ്രസന്റിൽ ജീവിക്കുന്നില്ല. നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ഈ രണ്ട് സ്റ്റേജിൽ മാറി മാറി പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ വിചിത്രമായിട്ടും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഇതെന്തുകൊണ്ടാണ് നോർമൽ ആകുന്നത്? ഇത് നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നാർസിസിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ അകപ്പെട്ടിരുന്ന ഒരു വേർഡ് സാലഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വേർഡ് സാലഡ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ നാർസിസ്റ്റുകൾ ഭാഷ എന്ന് പറയുന്ന കാര്യം, ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം വളരെ ഫലപ്രദമായി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ബ്രെയിൻ വളരെ സ്റ്റിമുലേഷൻ ഉപയോഗിച്ച് ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് ഇത്തരത്തിലൊരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് കൊടുത്താലാണല്ലോ ഇത്തരത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണ ഒരാളെ വാടപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതിനുവേണ്ടി നിങ്ങളുടെ തലച്ചോറ് ഇത്തരത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഇത് എത്രത്തോളം ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചിരുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ എന്നുള്ളതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. ഇവിടെ ഇനി ഇത് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അത് പറയുന്നതിന്റെ ആദ്യം തന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ നമുക്ക് ഷെയിം ഒരു തരത്തിലും തോന്നേണ്ട കാര്യമില്ല. ഈ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ ആ യുദ്ധഭൂമിയിൽ നിങ്ങളെ രക്ഷിച്ച ഈ ആയുധങ്ങൾക്ക് നിങ്ങളൊരു എന്താ പറയുക, ഒരു റെസ്പെക്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ രീതിയിൽ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പറയുക, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്വഭാവം, ഇപ്പോൾ എന്ത് കാര്യവും റെക്കോർഡ് ചെയ്യുന്നത്, ആ സമയത്ത് ഞാൻ അത്രയും തീവ്രമായിട്ടുള്ള അബ്യൂസുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനും ഡോക്യുമെന്റ് ചെയ്യാനും വേണ്ടി ഞാൻ ചെയ്തതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് നിങ്ങൾ സ്വയം പറയുക. സ്വയം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ തന്നെ നന്ദി പറയുക, നിങ്ങളെ ഈ തരത്തിൽ സർവൈവ് ചെയ്ത് ഇവിടെ എത്തിച്ചതിന്. കാരണം അത്തരത്തിൽ ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അവയർനെസ്, നിങ്ങളൊരു എംപവേർഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഹീൽ ചെയ്ത് വരുന്നുണ്ടായിരുന്ന അവസ്ഥയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് നമ്മുടെ ബ്രെയിനാണ്. പിന്നെ ജെന്റിലായിട്ട് ഇത് റിലീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മുന്നോട്ട് പോകുമ്പോൾ. അത് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലെല്ലാം ഉണ്ടാക്കി മറ്റ് ബന്ധങ്ങൾ, മറ്റുള്ളവരുമായിട്ട് സേഫ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തിൽ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഇപ്പോൾ ഞാൻ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ്, സേഫ് ആയിട്ടുള്ള സ്പേസിലാണ്, ഇനി ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഇത് കുറച്ച് മയപ്പെടുത്താം എനിക്കിനി, ആവശ്യമുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഇത്തരത്തിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് വരുന്നത് അനുസരിച്ച് മാത്രം നിങ്ങൾ നിങ്ങളോട് പറയുക. നിങ്ങൾ ഒരു യുദ്ധഭൂമിയിൽ കുറെ കാലം നിങ്ങൾ ധരിച്ചിരുന്ന ഒരു പടച്ചട്ട എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേൺഡ് ബിഹേവിയർ ആയിട്ട് നമ്മളിൽ ഉണ്ടായി വന്നതാണ് കുറെ കാലത്തെ അബ്യൂസ് കാരണം. അത് കുറെ കാലം കൂടെ നമ്മൾ നിലനിൽക്കും. അത് കഴിഞ്ഞിട്ടേ ഇത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പരിണത ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മാറി വരുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാം. വിചിത്രവും വിയേർഡുമായിട്ടൊന്നുമില്ല. ഇതെല്ലാം വളരെ ലോജിക്കായിട്ടുള്ള, വളരെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ വിയേർഡല്ല, നിങ്ങളൊരു സർവൈവറാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഈ സർവൈവൽ മോഡിൽ നിന്നും നമ്മൾ ജീവിതം ജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് വരുന്ന പ്രോസസ്സ് തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള ഇത്തരം സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ട് മാത്രം
മുന്നോട്ട് പോയാൽ മതിയാവും. അത് അവസാനം ഇവൻച്വലി സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്നോട് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമന്റുകളായിട്ട് എഴുതി അറിയിക്കുക. എനിക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യം. കാരണം ഒരുപാട് പേരിലേക്ക് നമുക്ക് ഈ നോളജും അവയർനെസ്സും ഹെൽപ്പും എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് ജേർണി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ടോപ്പിക്സ് കാണണം എന്നുള്ളതും കൂടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.